നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു എൻട്രി ഓൾറെഡി എടുത്തിട്ടുണ്ട്. 265.15 നമ്മൾ പവർ ഗ്രിഡിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അവിടെ എൻട്രി എടുക്കാനായിട്ടുള്ള കാരണം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്ക് കുറച്ചും കൂടെ താഴത്താണ്. മാർക്കറ്റ് അവിടെ വരെ വന്നിരുന്നില്ല. എന്നിരുന്നാലും നമുക്കിവിടെ കാണാം, ഇത് പ്രീവിയസ് ഡേ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വാല്യൂ ഏരിയ ലോയാണ് നമ്മൾ ഈ റെഡ് ഡോട്ടഡ് ലൈൻസ് കാണിച്ചേക്കുന്നത്. സെയിം വന്ന് ഹിറ്റ് ചെയ്ത് അവിടെ നിന്ന് റിജക്റ്റ് ആകുന്നൊരു ഫെയിൽ വന്നു. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മളുടെ ഓർഡർ ഫ്ലോ ചാർട്ടിനകത്ത് അത്യാവശ്യം മോശമല്ലാത്തൊരു ക്വാണ്ടിറ്റി ബൈയിങ് നടക്കുന്നതും കണ്ടു. പക്ഷേ ആ ക്യാൻഡലിൻ്റെ ഡെൽറ്റ ഓൾറെഡി അപ്പോഴും നെഗറ്റീവ് തന്നെയായിരുന്നു. നല്ലൊരു വോളിയം നടക്കുന്നത് കണ്ടപ്പോഴും അത് വാല്യൂ ഏരിയ ഇന്നലത്തെ ലോ ആയതുകൊണ്ടും ഒപ്പം തന്നെ അതൊരു ഓർഡർ ബ്ലോക്കിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അവിടെ കണ്ടതുകൊണ്ടിട്ടും നമ്മളവിടെ ബൈ ചെയ്തതാണ്. മാർക്കറ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ആ ടു ദ പ്രൈസിൽ നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളിയാണ് കിട്ടുക. അങ്ങനെയാണ് നമുക്ക് 265.15 എൻട്രി കിട്ടിയേക്കുന്നത്. നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അത് ആ വാല്യൂ ഏരിയയുടെയും ഇന്നത്തെ ഡേ ലോയുടെയും താഴത്താണ്. ഒപ്പം തന്നെ പിവോട്ട് പോയിൻറ്റ്സ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പിവോട്ട് പോയിൻറ്റിൻ്റെ സപ്പോർട്ട് ലെവലും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പിവോട്ട് പോയിൻ്റ് ഒന്നും നോക്കിയിരുന്നില്ല. അതതിന് ശേഷം നോക്കിയപ്പോൾ കണ്ടതാണ്. എനിവേ, ഇനിയിപ്പോൾ നമ്മളുടെ ടാർഗറ്റായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ 1:2 ടാർഗറ്റ് വരുന്നത്. ഇന്നലെ ഈ സ്റ്റോക്ക് കാര്യമായ മൂവ്മെൻറ്റ്, അതായത് 2% തികച്ചൊരു മൂവ്മെൻറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ പല സ്റ്റോക്കുകളും നല്ലൊരു മൂവ്മെൻറ്റ് കൊടുത്തത് കൊണ്ടും ഇന്ന് അതേ മൂവ് ഒരുപക്ഷെ പവർ ഗ്രിഡിൽ സംഭവിച്ചേക്കാം എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്നിത് ഈ ഓർഡർ ബ്ലോക്കിനെയും ക്രോസ് ചെയ്ത് ക്ലോസിങ് തരുമ്പോൾ ഈ ഓർഡർ ബ്ലോക്കിന് താഴത്തേക്കോ ഇല്ലെങ്കിൽ ആ ക്ലോസ് ചെയ്യുന്ന ക്യാൻഡലിന് ശേഷം വരുന്ന സ്വിംഗ് ലോയിലോ ട്രയൽ ചെയ്തുകൊണ്ട് ഹയർ റിസ്ക് റിവാർഡിന് ട്രൈ ചെയ്യുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ എനിവേ, നമുക്ക് ആദ്യം തന്നെ ഈ ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന അത്ര സേഫുള്ള സാധനമൊന്നുമല്ല. ഏത് ദിവസവും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് അത് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ അതോടുകൂടെ നമ്മൾ ട്രേഡ് അവസാനിപ്പിച്ച് പോരുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എത്ര വോളിയം ഏത് സൈഡിലേക്ക് വരുന്നു എന്നതൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ ക്യാൻഡിൽ മുതൽ ഡെൽറ്റ പോസിറ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഈ ക്യാൻഡിൽ അവസാനിക്കാൻ ഇനി 2 മിനിറ്റും കൂടെ സമയമുണ്ട്. ഡെൽറ്റ നല്ല രീതിയിൽ പോസിറ്റീവാണ്. സോ ബൈയിങ് സൈഡ് വോളിയം അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നു എന്ന് വേണം നമ്മളതിൽ നിന്ന് അനുമാനിക്കാൻ. അപ്പോൾ എന്തായാലും നമുക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആഫ്റ്റർ 1:1 എങ്കിലും ഹിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും വരാം. മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിനടുത്തേക്ക് മൂവ് ചെയ്യുന്നു. നമ്മൾ 1:2 ഒക്കെ അടയാളപ്പെടുത്തി അങ്ങനെ ഇരിക്കുവാണ്. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അങ്ങനെ മാർക്കറ്റ് അത്യാവശ്യം തിരിച്ചു പിടിക്കുന്നു എന്നൊരു തോന്നലാണ് നമുക്കിപ്പോൾ വരുന്നത്. ബൈയിങ് സൈഡിലേക്ക് വോളിയം കയറി വരുന്നു. ക്യാൻഡിൽ നല്ല രീതിയിൽ ബുള്ളിഷ് ആകുന്നു എന്ന തോന്നലാണ്. നിഫ്റ്റി 50 അറ്റ് ദ സെയിം ടൈം അത് ഈ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് ഓപ്പൺ ചെയ്തത്. അത് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 3-4 ക്യാൻഡിൽ റെഡും വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് നെക്സ്റ്റ് ഇതോ അടുത്ത ക്യാൻഡിലോ പോസിറ്റീവ് ആകും എന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തായാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്താണ്. നല്ല രീതിയിൽ ബയേഴ്സ് വരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി 20 പൈസയുടെ വ്യത്യാസമേ നമ്മളുടെ സ്റ്റോപ്പ് ലോസുമായിട്ടുള്ളൂ. സമയം കൂടുതലെടുത്തേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോകുന്നതുകൊണ്ട് നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ ട്രിഗർ ആയിട്ടുണ്ട്. 160 രൂപ ലോസ് ഇന്ന് ബുക്ക് ചെയ്തേക്കുവാണ്. സോ ദാറ്റ് നമ്മുടെ ട്രേഡ് ഇന്നത്തേത് ഇവിടം കൊണ്ട് അവസാനിക്കുവാണ്.
നമ്മൾ ഇന്നലെ അടയാളപ്പെടുത്തി വെച്ചിരുന്ന ഓർഡർ ബ്ലോക്ക് ഏരിയ വരുന്നത് ഇതാണ്. അത്യാവശ്യം മോശമില്ലാത്തൊരു ഓർഡർ എന്ന് വെച്ചാൽ അത്രയ്ക്കധികം അല്ല, ജസ്റ്റ് ഒരു 17,000-ൻ്റെ ഓർഡറാണ് ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നപ്പോൾ ബൈയിങ് സൈഡ് വരുന്നത് കണ്ട്. അത് കണ്ടിട്ട് നമ്മളങ്ങ് ബൈ ചെയ്തതാണ്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തിരുന്നു എങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു വാല്യൂ ഏരിയ, ഇത് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു നമ്മൾ ബൈയിങ് കൊടുത്തിരുന്നതെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ 0.5% എന്ന് പറയുമ്പോൾ ഇവിടെ വരെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് മാർക്കറ്റ് കൺസിഡർ ചെയ്തിരുന്നുവെങ്കിൽ ഫസ്റ്റിലെ തന്നെ അങ്ങോട്ട് അവിടെ വരെ ഒരു ഡൗൺ വരേണ്ടതായിരുന്നു എന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ദാറ്റ് ഇന്ന് അതല്ല എടുത്തേക്കുന്ന മാർക്കറ്റ് ഈ ഏരിയ തന്നെ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൃത്യമായി അവിടെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോഴും ട്രിഗർ ആയിട്ടുണ്ടാവില്ല. പിന്നെ അത്രയ്ക്കങ്ങ് ആക്യുറേറ്റ് ആയിട്ടൊന്നും നമുക്ക് ചെയ്യൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇനി ഇവിടെ വരുമ്പോൾ ആക്ച്വലി ഇത് തന്നെ ആയിരുന്നോ ഓർഡർ ബ്ലോക്ക് എന്നതൊക്കെ നമുക്കറിയാൻ ഇവിടെ വരുമ്പോഴേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ ജസ്റ്റ് റെഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ കാഴ്ചകളൊക്കെ കൂടെ കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഇവിടെ സ്വാഭാവികമായിട്ടുള്ളത് ഇനി ഇത് തന്നെയായിരുന്നോ ശരിക്കുള്ള ഓർഡർ ബ്ലോക്ക് എന്നുള്ളതാണ്. പിന്നെ ഇന്ന് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ യാതൊരുവിധ ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് എടുക്കുന്ന ട്രേഡുകളെല്ലാം പോസിറ്റീവ് ആകുക എന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ അത് അംഗീകരിക്കുക. അടിച്ചോട്ടെ, സ്റ്റോപ്പ് ലോസുകൾ അടിച്ചോട്ടെ, നമ്മൾ ഭയങ്കരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ വരുത്താതിരിക്കുക, ഇല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടു ഓർഡർ ബ്ലോക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിന് മുകളിലുള്ള ഏരിയയെ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കുന്നു എന്ന് കണ്ടപ്പോൾ നമ്മളവിടെ എൻട്രി എടുത്തിരുന്നു. 2, 3 അല്ലെങ്കിൽ 4 ദിവസത്തോളം അങ്ങനെ തന്നെ എൻട്രി എടുത്ത് നമുക്ക് ടാർഗറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില ദിവസങ്ങളിൽ മിസ്റ്റേക്ക് സംഭവിക്കാം, മനുഷ്യത്വ സഹജമാണ്, സ്വാഭാവികമാണ്. ഇവിടെ നമ്മൾ മാക്സിമം ട്രേഡുകൾ വിജയിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിൻ റേഷ്യോ കൂട്ടിക്കൊണ്ട് വലിയ പ്രോഫിറ്റിലേക്ക് പോവുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. മറിച്ച് 50% താഴെ മാത്രം വിൻ റേഷ്യോ നിലനിർത്തിക്കൊണ്ട് റിസ്ക് റിവാർഡ് കൂട്ടിക്കൊണ്ട് കളികൾ മുഴുവനും ഇരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നലിൽ അത് റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ ആ റിസ്ക് റിവാർഡ് കൂട്ടിക്കൊണ്ട് അറ്റ്ലീസ്റ്റ് 1:2 വെച്ചിട്ട് നമുക്ക് വലിയ വലിയ പ്രോഫിറ്റുകളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് നമുക്ക് വേണ്ടത്. 40% വിൻ റേഷ്യോ മതി. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മനസ്സമാധാനത്തോടു കൂടെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ എടുക്കുന്നോ ഇല്ലയോ എന്നതൊന്നും നമുക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്നിരുന്നാലും ഇവിടെ കാണുന്ന കാഴ്ച വെച്ചിട്ട് ആ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ നല്ലപോലെ വീണ്ടും മാർക്കറ്റിന് അവിടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഓർഡർ ബ്ലോക്കിനുള്ളിൽ തന്നെ പ്രീവിയസ് ഡേ ലോയിൽ പോയിട്ടാണ് നിഫ്റ്റി ആണെങ്കിലും അവിടുന്ന് റിവേഴ്സായി വരുന്നത്. സോ ദാറ്റ് നമ്മളിവിടെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് നമുക്കിവിടെ തോന്നാം. എന്നിരുന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, കഴിഞ്ഞ 4 ദിവസത്തോളം നമ്മൾ കണ്ടിന്യൂസ് പ്രോഫിറ്റ് വന്നപ്പോഴൊക്കെ നമ്മൾ കുറച്ച് ഹയർ തള്ളിയാണ് നമുക്ക് പ്രൈസ് കിട്ടിയത്. പക്ഷേ അവിടെ ബുള്ളിഷ് മൂവ്മെൻറ്റ് നല്ല രീതിയിൽ ബൈയിങ് നടന്നിരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് അവിടുന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്തു നമുക്ക് ടാർഗറ്റ് തരുവാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് വെയിറ്റ് ചെയ്തിരുന്നു. ഇന്നും അതുപോലത്തെ ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ ആ ടാർഗറ്റ് മിസ്സാവുകയും ചെയ്യും. ഓക്കെ, ഇവിടെ അത്ര വലിയ ഗഡുബിടായ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ നെറ്റ് ഇവിടെ ലോസാണ് കാണിച്ചിരുന്നത്. അവിടെ നിന്ന് നമ്മൾ 3 ദിവസത്തെ പ്രോഫിറ്റോടുകൂടി അവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ റിസ്ക് റിവാർഡ് കൂടുതൽ എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു ദിവസം 1:4 നമുക്ക് കിട്ടി. അത് നമ്മൾ പ്ലാൻ ചെയ്തെടുത്തതല്ല. എന്നിരുന്നാലും ഈ 2 ദിവസവും 1:2ഉം 3ഉം മാർക്കറ്റ് പോയേക്കുന്ന 1:3ഉം 4ഉമാണ് മാക്സിമം കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് 1 പോർഷൻ മാത്രമേ നമ്മൾ മിസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 ദിവസങ്ങളിലും ആ 1 പോർഷൻ മാത്രം മിസ് ചെയ്തുകൊണ്ട് മാക്സിമം നമുക്ക് റിസ്ക് റിവാർഡ് എടുക്കാൻ പറ്റി. അത് നമ്മൾ പ്ലാൻ ചെയ്തെടുത്തതുമാണ്. സോ നമ്മൾ 15% റിട്ടേണിലേക്ക് തിരിച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് ബെറ്റർ ആകുന്നു. ഏത്, നമുക്ക് നല്ലൊരു എക്സിറ്റ് പ്ലാൻ ഇവിടെ നമുക്ക് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഏരിയയിൽ മാർക്കറ്റിന് നല്ല സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. ഓർഡർ ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം അടയാളപ്പെടുത്തി വെച്ചിരുന്നതാണ്. സപ്പോർട്ട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോകാനും മുകളിലൊരു ക്ലോസിങ് തരാനുമാണ് സാധ്യത. ഇവിടെ സപ്പോർട്ട് ലെവൽ 1 ഈ ഓർഡർ ബ്ലോക്കിനുള്ളിലാണ് ഉള്ളത്. സോ ദാറ്റ് അത് നമ്മൾ പിവോട്ട് പോയിൻ്റ് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി നോക്കാറില്ല. നമ്മൾ എൻട്രിയൊക്കെ എടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി പിവോട്ട് പോയിൻറ്റ്സ് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് മാർക്കറ്റിൻ്റെ ഡെൽറ്റ പോസിറ്റീവാണ്. കഴിഞ്ഞ
ക്യാൻഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ചെറിയ ഒരു നെഗറ്റീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓൾമോസ്റ്റ് പോസിറ്റീവ് എന്ന് പറയാവുന്ന രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഡെൽറ്റ ഉണ്ടായിരുന്നത്. ഈ ക്യാൻഡിലാണെങ്കിൽ നല്ല രീതിയിൽ 39% അഗ്രഷൻ ബൈയിങ് സൈഡിലേക്ക് കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് നമ്മുടെ ഓർഡർ ബ്ലോക്കാണ് ഈ അടയാളപ്പെടുത്തിയേക്കുന്നത്. അതിന് നല്ല രീതിയിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഇന്നെടുത്ത തീരുമാനം കറക്റ്റ് ആയിരുന്നിരിക്കാം. അതായത് ഇവിടുന്ന് എൻട്രി എടുത്തു, ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് പോകേണ്ടത് തന്നെ അത് പോയി എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചോട്ടെ, നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കൊണ്ടിട്ട് മാർക്കറ്റിനെ വിജയിക്കുക. അത് നമുക്കറിയാം, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 100 ട്രേഡ് എടുക്കുമ്പോൾ 50 ട്രേഡ് വിൻ ചെയ്യാനുള്ളൊരു പ്രോബബിലിറ്റി ബൈ ഡിഫോൾട്ട് അത് ഇതിലല്ല എല്ലാത്തിലും ഉണ്ട്, ഓപ്ഷൻസിൽ ഒഴിച്ച്. കേട്ടോ, നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 100 ട്രേഡ് എടുക്കുമ്പോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രോബബിലിറ്റി 50% ഇല്ല. ബൈ ഡിഫോൾട്ട് അതിൻ്റെ പ്രോബബിലിറ്റി 35-34% പറയുന്നുള്ളൂ. അതിനുള്ള കാരണം പ്രീമിയം ഡീകേ ആണ്. അതുതന്നെയാണ് NSEയുടെ കണക്കുകളും സൂചിപ്പിക്കുന്നത്. F&O ട്രേഡേഴ്സ് 95-93% പൈസ കളയുകയാണ് എന്നതാണ് ഡാറ്റാസ് കാണിക്കുന്നത്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുമെങ്കിലും ഫ്യൂച്ചേഴ്സിൽ പോയിട്ട് ആൾക്കാർക്ക് അങ്ങനെ പൈസ കളയുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫ്യൂച്ചേഴ്സിൽ പ്രീമിയം മെൽറ്റിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇക്വിറ്റിയിലും ഫ്യൂച്ചേഴ്സിലും നമുക്ക് ഈ പറയുന്ന പോലെ മെൽറ്റിംഗ് ഇല്ലാത്ത കൊണ്ട് തന്നെ വിന്നിംഗ് പ്രോബബിലിറ്റി ബൈ ഡിഫോൾട്ട് അത് 50% ഉണ്ട്. 1:2 റിസ്ക് റിവാർഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മാത്തമാറ്റിക്കലി കുറച്ച് അഡ്വാൻസ്ഡ് സൈഡിലാണ്. കാരണം അയാൾക്ക് 50% വിൻ റേഷ്യോ കിട്ടണ്ട എന്നുള്ളത് കൊണ്ടാണ്. 40% വിൻ റേഷ്യോ കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന 1:2 റിസ്ക് റിവാർഡ് എടുത്തിട്ട് പ്രീമിയം മെൽറ്റിംഗ് ഇല്ലാത്ത പ്രൊഡക്റ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഡേ ട്രേഡർ ആണെങ്കിൽ അയാൾക്ക് വിജയസാധ്യത വളരെ വളരെ കൂടുതലാണ് ഓപ്ഷൻ ബയേഴ്സിനെ അപേക്ഷിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ കാൽക്കുലേഷൻസ് തോന്നലുകൾ ശരിവെക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ബയേഴ്സ് കയറി വരുന്നുണ്ട്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മളിനി അധിക നേരം കണ്ടിന്യൂ ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നും ഇല്ല. നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത് നമ്മളുടെ മറ്റ് സ്റ്റോക്കുകൾ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചത് എങ്ങനെ ഇന്ന് പെരുമാറുന്നു എന്നുള്ളതാണ്. നമുക്കതും കൂടെ ഒന്ന് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. BPCL നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയിരുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് മുകളിൽ പോയി ക്ലോസ് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇവിടെ ഒരാൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുത്താൽ അയാളുടെ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴത്തേക്ക് പോകുമ്പോഴല്ല, ഇവിടെ താഴത്തേക്ക് പോയ പ്രൈസ് തിരിച്ചു വരുമ്പോഴാണ് അയാൾ എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് 1:2 ഇന്ന് കിട്ടുമോ? ഇല്ല. 1:2 കിട്ടുന്നതിന് മുന്നേ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട്. സോ BPCLലും ഇന്ന് നമുക്ക് നല്ലൊരു എൻട്രി കിട്ടത്തില്ലായിരുന്നു. ഒപ്പം തന്നെ ഡൗൺ സൈഡ് BPCL നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡൗൺ സൈഡിലേക്കുള്ള ഓർഡർ ബ്ലോക്കായി ബിഹേവ് ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി ഹിറ്റ് ചെയ്തു, മുകളിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് റിവേഴ്സ് അയക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ പവർ ഗ്രിഡിലായിക്കോട്ടെ BPCLായിക്കോട്ടെ നമ്മൾ അടയാളപ്പെടുത്തിയതിൽ നമുക്ക് തെറ്റുകൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ഫൗണ്ടേഷണൽ മിസ്റ്റേക്കാണ്. സോ ദാറ്റ് പിന്നെ നമ്മൾ ആ ട്രേഡിൽ വിൻ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ONGC ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺ സൈഡ് വന്ന് ഹിറ്റ് ചെയ്തു. അവിടെ ഡൗൺ സൈഡ് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? നമ്മൾ ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്ന ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് എൻട്രി പലപ്പോഴും റിവേഴ്സിലാണ് എടുക്കാറുള്ളത്. അയാളെ സംബന്ധിച്ചിടത്തോളം 1:2 അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും മാർക്കറ്റിൽ നിന്ന് Nifty 50 നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ONGCയും മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ നിന്ന് തന്നെ റിവേഴ്സ് പോരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ ഓർഡർ ബ്ലോക്കിൽ സെല്ല് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പർട്ടിക്കുലർ പോയിന്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നില്ല. എന്നിരുന്നാൽ അയാൾ 1:2 എത്തുകയാണ്. അപ്പോൾ ഡൗൺ സൈഡിൽ നിന്ന് നല്ല പ്രോഫിറ്റ് കൊടുക്കാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് തോന്നുന്നത്. ഇനി NTPC ഇന്നലെ നല്ല മൂവ് നടത്തിയതാണ്, നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഒപ്പം തന്നെ നമ്മളിവിടെ എല്ലാ സ്റ്റോക്കിലും പൊതുവായ ഒരു കാഴ്ച കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടെ വോളിയം പ്രൊഫൈലിൽ ഇന്നലത്തെ വാല്യൂ ഏരിയ ലോയിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണിത് റിവേഴ്സ് പോകുന്നത്. ഇവിടെ ഒരു പർട്ടിക്കുലർ ഓർഡർ ബ്ലോക്കൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നൊരു ഏരിയ ആയിരുന്നില്ല. എന്നിരുന്നാൽ പോലും വാല്യൂ ഏരിയ ലോയിൽ ഹിറ്റ് ചെയ്തു റിവേഴ്സ് ആകുന്ന
കാഴ്ചയാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കണ്ണിലും പെടും. കാരണം ഇവിടെ ബൈയിങ് നല്ല ഹ്യൂജ് ബൈയിങ് വരുന്നത് നമുക്ക് കാണാൻ പറ്റിയേക്കും. അങ്ങനെയാണെങ്കിൽ സംവെയർ ഇവിടുന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും നമുക്ക് ഓർഡർ കിട്ടാൻ സാധ്യത. അപ്പോൾ എൻട്രി അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:3 ഓൾറെഡി അത് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നലെ വലിയൊരു മൂവ് അതിൽ വന്നതുകൊണ്ട് നമ്മൾ ഇന്നതിൽ ട്രേഡ് പ്ലാൻ ചെയ്യാതിരുന്നതാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മൂവ് തന്ന സ്റ്റോക്കുകൾ അടുത്ത ദിവസങ്ങളിൽ വലിയ മൂവ് തരാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ പവർ ഗ്രിഡിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ NTPCയിലാണെങ്കിലും ഒരു ലോസ് മേക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വൺ സൈഡ് നല്ല മൂവ് അത് തന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. ഇനി മുകളിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസിലേക്ക് ഇതുവരെ പോയിട്ടില്ല. താഴത്തേക്ക് ഇത് റിവേഴ്സ് ആയാൽ അയാൾക്ക് 1:2 കിട്ടാനുള്ള സാധ്യത ഉണ്ട് അടുത്ത ഓർഡർ ബ്ലോക്ക് വരെ. പക്ഷേ അതൊക്കെ കണ്ടറിയണം, നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ വിപ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നെഗറ്റീവാണ്. അത് ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് താഴത്തെ ക്ലോസിങ് തന്നു. തിരിച്ച് വന്ന് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ ഏരിയ ലോയിൽ തിരികെ വന്ന് ഹിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് റിവേഴ്സായ കാഴ്ചയാണ് നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ താഴത്തേക്കുള്ള മൂവിൽ ഒരുപക്ഷെ ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടാണെങ്കിൽ എൻട്രി എടുത്തേക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ താഴത്ത് പോയി ക്ലോസിങ് തന്നിട്ട് തിരിച്ചിവിടെ വരുന്ന സമയത്തേക്ക് ഒരാൾ എൻട്രി എടുത്താൽ പോലും അയാളെ സംബന്ധിച്ചിടത്തോളം 1:3 അടുത്ത് ഓൾറെഡി മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് 1:4 കിട്ടുന്നതുമാണ്. അപ്പോൾ നല്ല മൊമെൻറ്റം 1-2 സ്റ്റോക്കുകളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. 1-2 സ്റ്റോക്കുകളിൽ നമ്മൾ അടയാളപ്പെടുത്തിയത് മൊത്തത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ എന്തായാലും ഇന്നീ പറഞ്ഞ പോലെ ഇന്നലെ അടയാളപ്പെടുത്തുമ്പോഴേ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജേണലും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. നമ്മളങ്ങനെ നമ്മുടെ ജേണൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ പവർ ഗ്രിഡിൽ ട്രേഡ് എടുത്തത്. ലാസ്റ്റ് കണ്ടിന്യൂസ് 3 ഡേയ്സ് നമുക്ക് പ്രോഫിറ്റിലായിരുന്നു. ആ 3 ദിവസങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ലൊരു തിരിച്ചുവരവിന് സഹായിച്ചത്. അത് ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ഈവൻ എക്സിറ്റ് ആയിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം നമ്മളന്ന് മാർക്കറ്റ് 1:5 പോയി നമ്മൾ എൻട്രി എടുത്ത പോവേണ്ടിയെന്ന്. പക്ഷേ നമുക്ക് അന്നത്തെ ദിവസം ട്രയൽ ചെയ്തിട്ട് ജസ്റ്റ് ബ്രേക്ക് ഈവൻ എക്സിറ്റ് ചെയ്ത് പോരേണ്ടി വന്നു. അത് നമ്മളെ കുറച്ചധികം ചിന്തിപ്പിച്ചതാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ നല്ലൊരു എക്സിറ്റ് പ്ലാനിൻ്റെ ആവശ്യകത കൂടെ നമ്മളുണ്ടെന്ന് തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അങ്ങനെ നമ്മളൊരു എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കി. അതിനെ പറ്റിയിട്ടുള്ള വിശദമായ വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എക്സിറ്റ് പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 1:3 പോയ ദിവസമാണ്. 1:4 ഹയസ്റ്റ് മാർക്കറ്റ് കൊടുത്ത 2 ദിവസങ്ങളാണ്. ആ 2 ദിവസം ഒരു പോർഷൻ മാത്രം മിസ് ചെയ്തുകൊണ്ട് കൃത്യമായി ട്രയൽ ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ക്യാച്ചർ ചെയ്യാൻ അവിടെ പറ്റി. അത് നമുക്ക് ആ എക്സിറ്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് കൊണ്ടിട്ടാണ്. ഇന്ന് നമ്മളെടുത്ത എൻട്രിയെ തെറ്റിയത് കൊണ്ട് തന്നെ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് പോരുക, അത് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 160 രൂപ ഇന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുത്തിയിട്ടുണ്ട്. ഇതുവരെ ഈ മാസം നമ്മൾ 7 പ്രോഫിറ്റ് ഡേയ്സും 8 ലോസിങ് ഡേയ്സുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് 4 ലോസ് അടിച്ചു എന്നതാണ് നമുക്കവിടെ പറ്റിയിട്ടുള്ള ഒരു വലിയ കുഴപ്പം. അത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കാണാം. 47% വിൻ റേഷ്യോ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ 12% നെറ്റ് പ്രോഫിറ്റിലാണ് ഈ മാസത്തിലുള്ളത്. ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ആരംഭിച്ചതിന് ശേഷം 28 പ്രോഫിറ്റും 20 ലോസുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ദാറ്റ് 58% വിൻ റേഷ്യോ ഓവറാൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് 175 ദിവസമാണ്. ജേണൽ എഴുതി ട്രേഡ് പെർഫെക്റ്റായിട്ട് ഇല്ലെങ്കിൽ ഒരാൾ ഡിസിപ്ലിനായിട്ട് എങ്ങനെ ചെയ്യണോ അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 175 ദിവസം ആകുന്നു. അപ്പോൾ നമ്മളുടെ വിൻ റേഷ്യോ നമ്മൾ ഈ കാണുന്ന പോലെ ലോസ് ഇൻ ഡേയ്സ് 97, പ്രോഫിറ്റ് ഡേയ്സ് 78, അങ്ങനെ വിൻ റേഷ്യോ 44.5 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ റിസ്ക് റിവാർഡ് കൂട്ടുന്നത് നമ്മൾ തുടങ്ങിയ സമയം തൊട്ടേ പറയുന്നുണ്ട്. 200 ദിവസമൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹയർ റിസ്ക് റിവാർഡ് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മൾ പറയുന്നുണ്ട്. ഏതാണ്ട് ഇത്രയും ദിവസത്തെ ഡാറ്റ എടുത്തതിൽ നിന്നും ആ ഓരോ ദിവസവും എങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്ത് അവിടെ നമുക്ക് എങ്ങനെയൊക്കെ ട്രയലിംഗ് കറക്റ്റായിട്ട് ചെയ്യണമായിരുന്നു എന്നതിനെപ്പറ്റി നമ്മൾ പിന്നീട് ഈ ഡാറ്റ വെച്ച് നടത്തിയ പഠനത്തിൽ നിന്നാണ് നമുക്ക് കൃത്യമായ ഒരു എക്സിറ്റ് പ്ലാൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടിയത്.
അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയതാണ് ഈ 2 ദിവസം കാണുന്ന റിസൾട്ട്. അതിലൂടെയാണ് നമുക്ക് ഈ മാസം 12% റിട്ടേണിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത്. അടുത്ത ആഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയോടുകൂടെ ഈ മാസത്തെ ട്രേഡിംഗ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ 5 ദിവസം ഉള്ളതിൽ ഒരു ദിവസം എന്തോ ഹോളിഡേ ആണ്, പോയിട്ട് 4 ട്രേഡിംഗ് ഡേ ആണ് നമുക്കുള്ളത്. നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 40% വിൻ റേഷ്യോ ആണ്. അപ്പോൾ 4 ട്രേഡിംഗ് ഡേ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു 40% കിട്ടിയാൽ, അപ്പോൾ ഒരു ട്രേഡ് നമ്മൾ വിൻ ചെയ്യുന്നു എന്നേ നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളൂ എങ്കിൽ ആ ഒരു ട്രേഡിൽ നിന്ന് 4 ദിവസത്തിൽ ഒരു ട്രേഡിൽ നിന്ന് ഹയർ റിസ്ക് റിവാർഡ്, അതായത് ഒരു 1:3 നമുക്ക് കിട്ടുകയാണ്. ബാക്കി 3 ട്രേഡും നമ്മൾ ലോസിൽ പോയാലും സ്റ്റിൽ അപ്പോൾ 3 പോർഷൻ കിട്ടി, 3 പോർഷൻ ലോസും പോയി. എന്നാലും നമ്മൾ ഈ മാസം അറ്റ്ലീസ്റ്റ് ഒരു 12%, ഇനി അതല്ല അതിൽ കൂടുതൽ ലോസ് വന്നു 4 പോയി എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ ഒരു 10%-നും 8%-നും ഇടയ്ക്ക് ഗ്യാരണ്ടി ഈ മാസം നമ്മളെത്തും എന്നത് നമ്മളിപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, ഒരു വർഷം നമുക്ക് വേണ്ടത് 100% ROA ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. 8% പെർ മന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഡിസംബർ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ 11%, 14%, ദാറ്റ് മീൻസ് 10%-ന് മേളിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഈ മാസവും 8%-ന് മേളിൽ കിട്ടുന്ന നമ്മൾ ഉറപ്പും വരുത്തിയിട്ടുണ്ട്. സോ ദാറ്റ് എന്തായാലും നമ്മൾ നമ്മളുടെ ടാർഗറ്റിൽ നിന്ന് താഴത്തേക്ക് പോകുന്നില്ല. അതായത് ആവറേജ് നമുക്ക് കിട്ടേണ്ട ടാർഗറ്റിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഈ മാസം ക്ലോസ് ചെയ്യുമ്പോൾ നിൽക്കാൻ പറ്റുമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. തുടങ്ങിയ സമയത്ത് നമ്മൾ നല്ല ലോസിൽ പോയിട്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. അതായത് ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു ട്രേഡറുടെയും ട്രേഡിൻ്റെ കൂട്ടത്തിൽ സഹജമായിട്ട് അതിൻ്റെ കൂടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവികമായ പ്രക്രിയ മാത്രമാണ്. അവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മാനസികമായിട്ട് ഇല്ല നമ്മുടെ കഴിവിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഒന്നും അതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അടുത്ത നിമിഷം ഈ ലോകത്ത് എന്ത് സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, ട്രേഡിങ്ങിൽ എന്ത് സംഭവിക്കും, ഓരോ കാര്യത്തിലും എന്ത് സംഭവിക്കും എന്ന് പറയുന്നതൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനാവത്തില്ല. പക്ഷേ കുറേ പാറ്റേൺസ് വെച്ചിട്ട് എത്ര ശതമാനം പോസിറ്റീവായിട്ടും എത്ര ശതമാനം നെഗറ്റീവായിട്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന ഏകദേശ ഒരു ധാരണ കൃത്യമായി നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റും. അത് കൂടുതലായിട്ട് അതർവൈസ് നിങ്ങൾക്ക് ഇപ്പോഴും ട്രേഡിങ്ങിൽ കോൺഫിഡൻസ് വരുന്നില്ല, ഇതിനെ ഒരു ഗാംബ്ലിംഗ് ആണ്, അല്ലെങ്കിൽ ആരൊക്കെയോ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തുന്നു, ഞാൻ എടുക്കുന്ന ട്രേഡുകളെല്ലാം എൻ്റേതല്ലാത്ത അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്നു എന്നൊക്കെ നിരാശ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. പ്രോബബിലിറ്റിയെ പറ്റി കൃത്യമായി വിശദീകരിക്കുന്ന യൂട്യൂബ് ചാനൽസ് നമുക്ക് യൂട്യൂബിൽ ധാരാളം കാണാനുണ്ട്. അപ്പോൾ ഈ പ്രോബബിലിറ്റിയെ പറ്റിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളിലും സംഭവിക്കാനുള്ളൊരു സാധ്യത എത്രയാണെന്ന് പ്രോബബിലിറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായി ആ പ്രോബബിലിറ്റി എന്താണ്, അതിന് ട്രേഡിങ്ങിലുള്ള റോൾ എന്താണ് എന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ പ്രോബബിലിറ്റിയെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു പ്രോബബിലിറ്റിയുടെ മാത്തമാറ്റിക്സിൽ, ആ ഒരു സയൻസിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വന്നാലാണ് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും ഒരു മനുഷ്യന് വിജയിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വേണ്ടത് ചാർട്ടിൽ കിടന്ന് നമ്മൾ അനാലിസിസ് ഓഫ് പാരാലിസിസ് എന്ന അവസ്ഥയിൽ കിടന്ന് വട്ടം കറങ്ങിയിട്ട് ഒരു കാര്യവും ഇല്ല. ട്രേഡിങ്ങിൽ അതുകൊണ്ട് വിജയിക്കാൻ പറ്റും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വിജയിക്കാനും വിജയിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഇതിൻ്റെ മാത്തമാറ്റിക്സ് നിങ്ങൾ കൃത്യമായിട്ട് എന്ന് മനസ്സിലാക്കുന്നോ അന്ന് നിങ്ങൾ നല്ല കോൺഫിഡൻസിലേക്ക് വരും. ആ ഒരു ആത്മധൈര്യം അത് മാത്രമാണ് നിങ്ങളെ ഇവിടെ വിജയിപ്പിക്കാൻ പോകുന്നത്. ഈ കോൺഫിഡൻസ് വന്നാൽ മാത്രമേ ക്ഷമയുണ്ടാകത്തുള്ളൂ. ലോസ് കണ്ടിന്യൂസ് കിട്ടിയുമ്പോഴും ക്ഷമയോടുകൂടെ വീണ്ടും വീണ്ടും മാനസികാവസ്ഥ തകർന്നു പോകാതെ ട്രേഡ് എടുക്കാൻ പറ്റിയാൽ മാത്രം മതി. ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ 1:2 റിസ്ക് റിവാർഡ് മാത്രം വെച്ചാൽ പോലും നമ്മൾ തിരികെ കയറി വരാൻ പറ്റും. അവിടെയാണ് നമ്മൾ നല്ലൊരു എക്സിറ്റ് പ്ലാൻ കണ്ടുപിടിക്കുന്നതിലൂടെ 1:2 അല്ല അതിന് മുകളിലേക്ക് മാക്സിമം എത്ര എടുക്കാൻ പറ്റുമോ ആ ലെവലിലേക്ക് എടുക്കുന്നതിനുള്ളൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ നാളത്തെ വീഡിയോ ആ ഒരു രീതിയിൽ നിങ്ങളെ കുറച്ചധികം ഹെൽപ്പ് ചെയ്തേക്കും. അപ്പോൾ എന്തായാലും നിങ്ങളോട് പൊതുവെ നമുക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഗുണം കിട്ടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതലൊന്നും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുക. കാരണം ഗൂഗിളിൻ്റെ അൽഗോരിതം നോക്കുമ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കാണുന്ന ആൾക്കാർക്ക് ഗുണം കിട്ടുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് കുറച്ചും കൂടെ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആർക്കും ഷെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു ലൈക്ക് അറ്റ്ലീസ്റ്റ് കൊടുക്കാൻ നോക്കുക. നമ്മളിടുന്ന എഫേർട്ടിനുള്ള ചെറിയൊരു മോട്ടിവേഷൻ
നിങ്ങളുടെ ഭാഗത്തുനിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.